രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഈ പ്രൗഡ് മൊമെന്റില് നമ്മുടെ കൂടെ ആ ഹാപ്പിനെസ്സിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വിത്ത് ഫാമിലി ആണ് വന്നിരിക്കുന്നത്. ചോദിച്ചു നോക്കാം. മോളെ എന്താ പേര്? എൻ്റെ പേര് ഫാത്തിമ റിയ. എൻ്റെ സ്കോർ 662. എൻ്റെ റാങ്ക് 17,139 ആണ്. അപ്പൊ മോള് എവിടെയാ പഠിച്ചത്? എങ്ങനെയായിരുന്നു മോളുടെ നീറ്റ് ജേർണി എന്ന് പറയുന്നത്? ഞാൻ ഒരു റിപ്പീറ്റർ ആണ്. രണ്ടും കോഴിക്കോട് സെന്ററിൽ തന്നെയാണ് പഠിച്ചത്. ആദ്യം റിപ്പീറ്റ് ചെയ്തേരോ 542 മാർക്കായിരുന്നു കിട്ടിയത്. അപ്പം നല്ല ഡിസപ്പോയിൻറ്റഡ് ആയി. പിന്നെ വേറൊരു കോഴ്സിനും എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഇത് തന്നെ വേണം എന്നായിരുന്നു. അതുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. വീക്കിലിക്കൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ വരുമ്പം ഫസ്റ്റ് ഒക്കെ നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡൗൺ ആവാൻ തുടങ്ങി. ഇത്രയും നല്ല ടെൻസ്ഡ് ആയി. പക്ഷേ വീണ്ടും നല്ലോണം ഇതാക്കി ലാസ്റ്റ് നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. അപ്പൊ മോളൊരു റിപ്പീറ്റർ ആന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും മോൾക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞ കുറെ പേരുണ്ടാവും. ആദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തു, മാർക്ക് കുറഞ്ഞു, ഡെസ്പ് ആയിട്ടുണ്ടവരാവും. പക്ഷെ അവർക്കും ഡ്രീം എങ്ങനെയെങ്കിലും ഒരു MBBS എത്തണമെന്നായിരിക്കും. അപ്പൊ മോൾ അങ്ങനെ ഒരു സമയം എങ്ങനെ ഓവർകം ചെയ്തു? എങ്ങനെ ഞാൻ ഇനി ഒരു റിപ്പീറ്റർ ആകുമെന്ന് തീരുമാനിച്ചേ? ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു +2. അപ്പൊ എനിക്ക് തീരെ ബേസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ഫസ്റ്റ് +2 കഴിഞ്ഞപാട് എഴുതിയാരോ 142 മാർക്കായിരുന്നു. തീരെ ബേസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നേരം ആദ്യത്തെ 3 months നല്ല കഷ്ടപ്പെട്ട് ഒന്നും തിരിയുന്നുണ്ടായിട്ടില്ല. പിന്നെ ആ ട്രാക്കിലേക്ക് കയറി അവരിത് വന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. പക്ഷെ ലാസ്റ്റ് ആ മൊമെന്റിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, വീണ്ടും ട്രൈ ചെയ്ത് എന്തായിട്ടും പറ്റും. ഇത് അത്രക്ക് പണിയില്ലതൊന്നല്ല, ജസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ട് കിട്ടുന്നത് തന്നെയാണ്. എനിക്ക് ആദ്യമൊക്കെ ഫിസിക്സിൽ 5 മാർക്കും കെമിസ്ട്രിയിൽ 9ഉം ബാക്കി ഫുൾ ബയോളജിയിൽ അങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത്. പിന്നെ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. അത്ര പണിയില്ലതൊന്നല്ല, പക്ഷെ എന്നാലും വർക്ക് ചെയ്യണം. അപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ടാൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ സ്വപ്നത്തിന് വേണ്ടി ആ സ്വപ്നം നേടിയെടുക്കുന്നിടം വരെ നമ്മള് കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കണം, അല്ലേ? അപ്പൊ മോളുടെ ഈ ഒരു പരിശ്രമത്തില് അതിന്റെ ഒരു ഫലം കണ്ടിരിക്കുന്ന ദിവസമല്ലേ ഇത്? അപ്പൊ ഒരു പ്രൗഡ് മൊമെന്റിൽ മോളതെ അമ്മേനെ കൊണ്ട് നിർത്തിയിരിക്കുക. അമ്മയ്ക്ക് എന്താണ് മോളെ പറ്റി പറയാനുള്ളത്? എങ്ങനെയായിരുന്നു മോളുടെ നീറ്റ് ജേർണി? അമ്മയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇവൾക്ക് ടെൻഷൻ കുറച്ച് കൂടുതലാണ് എക്സാമിന്റെ ടൈമിനല്ലോ. നല്ല അൽഹംദുലില്ലാ ഇപ്പൊ കിട്ടി, സന്തോഷമുണ്ട്. അപ്പം അമ്മേനെ സംബന്ധിച്ചിടത്തോളം മോള് റിപ്പീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുവാണോ ചെയ്തത്? വീട്ടിലെല്ലാരും സപ്പോർട്ട് തന്നെയായിരുന്നു. ഇവളെ ആഗ്രഹമായിരുന്നു. സത്യം പറഞ്ഞാ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞേരം ഞാൻ ശരിക്കും ഫെഡപ്പ് ആയി. എനിക്ക് എന്തൊരു ഒരു മടുപ്പ് തോന്നിയിരുന്നു. ബട്ട് പിന്നെ എന്നൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഇക്കാക്കും ഉമ്മയും ഉപ്പയായിരുന്നു. അതിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കൂടുതൽ കാരണം ഇതായത്. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഡോക്ടർ ബാക്ക്ഗ്രൗണ്ട് തീരെയില്ല. ഞാൻ ആയിരിക്കും ഫസ്റ്റ് ഡോക്ടറായിട്ട് വരാം. അപ്പം അതും കൂടി എനിക്ക് കൂടുതൽ മോട്ടിവേഷനാണ്, ഒരു ഡോക്ടറാണ്. മോളുടെ ജീവിതകഥ പറയുമ്പോൾ ഞാൻ മോളുടെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുന്നത്, ചെറുതായിട്ട് നിറയുന്നതൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഇമോഷണലി ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് മോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മോള് പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലെ തന്നെ ആദ്യത്തെ ഡോക്ടറാണ്. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു ഡോക്ടർ വരുന്നത്. അപ്പൊ പ്രൗഡ് ആണല്ലേ? അപ്പൊ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? സന്തോഷം തന്നെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ചെറുപ്പം തൊട്ടേ മോൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നോ? ചെറുതില് ഉണ്ടായിരുന്നു, ബട്ട് ജസ്റ്റ് ചെറുതിലുള്ള ഒരു സ്വപ്നം. പിന്നെ ലാസ്റ്റ് +2 ഒക്കെ എത്തിയാലും ഇതിൽ നല്ലോണം ഫോക്കസ് ചെയ്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. മോള് പറഞ്ഞില്ലേ ആദ്യം ഫിസിക്സിന് 5 മാർക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ ഫിസിക്സിന്റെ മാർക്ക് ഒന്ന് പറയാമോ? 147 ആയിരുന്നു. 5-ന്ന് 147ലേക്ക് എത്തി. അപ്പൊ ഇതുപോലെ ഫിസിക്സ് ഒക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറെ ആൾക്കാർ കാണും നമുക്കല്ലേ. നമ്മുടെ കുറെ ജൂനിയേഴ്സ് ഉണ്ട്. ഇനി 2025 നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്നവര്, ഫിസിക്സ് പാടാണ്, കെമിസ്ട്രി പാടാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നവരുണ്ട്. അവർക്കൊരു ചെറിയ ടിപ്പ് പറഞ്ഞു കൊടുക്കാവോ? എങ്ങനെയാണ് 5-ന്ന് 147 വരെ എത്തിയത്? ബേസ് ഇല്ലെങ്കിൽ ഫിസിക്സ് ആയിരിക്കും ഏറ്റവും ടഫ് ഉള്ളത്. ബട്ട് ബേസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഈസിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഫിസിക്സ് ആയിരിക്കും. പഠിക്കാൻ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് ഫിസിക്സ് തന്നെയായിരിക്കും. ലാസ്റ്റ് ഒക്കെ നമുക്ക് ഫിസിക്സ് ചെയ്യാനായിരുന്നു ഇഷ്ടമുണ്ടായത്, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. വെറുത്ത് അവസാനം വെറുപ്പിന്റെ അവസാനം ഫിസിക്സിനെ അങ്ങ് കേറി ഇഷ്ടപ്പെട്ടു അല്ലേ? ഇപ്പൊ ഫിസിക്സ് ആണ് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ ഫിസിക്സ് ആണ് ചെയ്യാൻ ഇഷ്ടം. ബയോളജി ആണ് ആദ്യം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഇവള് തെരഞ്ഞെടുത്തത്. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത നേരം ബയോളജിക്ക് 350 ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയാണ് കുറച്ച് ബാക്കോട്ടായത്.
പിന്നെ വീണ്ടും ശ്രമിച്ച്. മോൾ എന്തായാലും ഇപ്പൊ ഇത്ര എത്തി. ഇനി MBBSന്റെ അലോട്ട്മെന്റ് ഒക്കെ വരുവാണ്. ഏതെങ്കിലും സ്വപ്ന മെഡിക്കൽ കോളേജ് മനസ്സിലുണ്ടോ? ഇപ്പം ആദ്യം എയിംസ് അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു. ഇപ്പൊ എന്റെ റാങ്ക് അനുസരിച്ച് ഞാനത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാണ്. ഇപ്പൊ എന്റെ റാങ്കിന് പറ്റിയ നല്ലൊരു കോളേജ് ഞാൻ നോക്കി വെക്കുന്നുണ്ട്. അതൊക്കെ റിസർച്ച് ചെയ്ത് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അലോട്ട്മെന്റ് കിട്ടുന്ന പോലെ എന്തായാലും കുഴപ്പമില്ല. ഏത് മെഡിക്കൽ കോളേജ് പഠിച്ചാലും ഡോക്ടർ ആവുമല്ലോ, അത് മതി. എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? PGക്ക് ഞാൻ ഇന്നത് എടുക്കണം എന്നൊക്കെ ഉണ്ടോ പ്ലാനിങ്? ഡെർമറ്റോളജിസ്റ്റ് ആകാൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? സ്കിൻ കോൺഷ്യസ് ആണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ ഞാൻ എന്നിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നാണോ? അങ്ങനൊക്കെ ഇല്ല, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ. അപ്പം ഫാമിലിന്ന് ആദ്യത്തെ ഡോക്ടറാണ്, ആദ്യത്തെ ഒരു ഡോക്ടറായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇനി ലൈഫിൽ മോൾക്ക് എന്തൊക്കെ ഹാർഡ് സിറ്റുവേഷൻസ് വന്നാലും മോൾ അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് സക്സസ് ആയിരിക്കും. അപ്പൊ അതിൽ ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. അതിന് ഇനി ദൈവവും കൂടെ മോളെ ഹെൽപ്പ് ചെയ്യട്ടെ. ഇനി വരുന്ന എല്ലാ ജീവിതത്തിലേക്കും ഇനി എന്തൊക്കെ കരിയർ സെലക്ട് ചെയ്താലും അവിടെ എല്ലാം ഇതുപോലെ നല്ലൊരു വിജയത്തിലെത്തി നിന്ന് ഫാമിലിനെ ഇതുപോലെ പ്രൗഡ് ആക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.